മാരേജസ് ഓക്കെ തുടങ്ങട്ടെ. ചെക്കിംഗ് മൈക്ക് ചെക്കിംഗ്. കിട്ടോ എന്റെ വോയിസ് കിട്ടോ? കിട്ടോ? ഇങ്ങനെ ഇരിക്കണം. Yeah, coming back to the topic. Okay. Topic of concern. പറഞ്ഞു. എന്ത്? അസാഡോയുടെ ഹിസ്റ്ററി പറയും. അസാഡോയ്ക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിനും തമ്മിലുള്ള ഹിസ്റ്ററി ജീവൻ ഗോഡൻ പറയുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട് മമ്മി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മാമ്മ പറഞ്ഞു ഒരു പയ്യനുണ്ട്, നല്ല പയ്യനാണ്, അടിപൊളി പയ്യനാണ്. അവർ പിന്നെ എല്ലാ പയ്യന്മാരെ കുറിച്ചും ഇങ്ങനെ തന്നെ പറയാറ്, അടിപൊളി പയ്യനാ, ഇത് സെറ്റാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. ഫോട്ടോ അയച്ച് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പയ്യൻ്റെ ഫോട്ടോ അച്ഛൻ്റെ ഫോട്ടോ, എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് ലൈക്ക് ദ പിക്. ഞാൻ ആദ്യം ഫോട്ടോ കണ്ടിട്ട് മമ്മിയിട്ട് പറഞ്ഞു, മമ്മി ദ ഗൈ ഈസ് ക്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പം മമ്മിനാണോ? മമ്മി ഫോട്ടോ ഒക്കെ നോക്കി കൊള്ളാം. ഞാൻ പറഞ്ഞു പയ്യൻ കൊള്ളാം, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ ഫോട്ടോയും ബയോഡേറ്റയൊക്കെ അയച്ചു കൊടുത്തു. എവിടെ കറക്റ്റ്? ഓക്കെ, പടപ്പക്കര എത്തി. നിങ്ങൾ എങ്ങനെയായിരുന്നു കല്യാണം? നിങ്ങൾ അറേഞ്ച് ചെയ്താണോ അതോ വീട്ടുകാർ? ആരും അറേഞ്ച് ചെയ്തത്? സത്യം പറ. ഇവിടുന്ന് ഉത്തരവാദി ഇതാണ്. ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ഈ ചേച്ചിനെ കൊള്ളാം കേട്ടോ, അന്ന് മാത്രം കൊള്ളാന്ന് പറഞ്ഞോളൂ, പിന്നെ അടിയായിരുന്നു. ഞാനാണ് ഫസ്റ്റ് കണ്ടത്. ഞാൻ പറഞ്ഞു ഈ ചേച്ചി മതി എന്ന് പറഞ്ഞു. അപ്പം ചേട്ടനും പറഞ്ഞു എന്നാൽ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആളും ഓക്കെ. പിറ്റേന്ന് വൈകിട്ട് ഫോൺ വന്നു, ഞങ്ങൾക്ക് കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ എല്ലാവരും കൂടെ കാണാൻ വരുവാന്ന് പറഞ്ഞു. ആദ്യമേ ഒഫീഷ്യലായിട്ട് പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പം കുലീനത്വമുള്ള ഒരു മുഖം ഇങ്ങനെ വന്നിട്ട് ഒന്നും മിണ്ടാതെ, മുഖത്ത് നോക്കാതെ അതിങ്ങനെ അച്ഛനെ അമ്മേനെ മാത്രം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ മുഖത്തോട്ടേ നോക്കത്തില്ല. അവസാനം വല്യമ്മ വന്നിട്ട് പറഞ്ഞ്, ബാ മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും, അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഞാൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക. ലൈക്ക് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് എവറിത്തിങ്. ലൈക്ക് പുള്ളിക്ക് എന്തൊക്കെ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ പുള്ളി അതെല്ലാം വളരെ എണ്ണ ഇട്ട് എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞു. ഞാനൊരു ഐ വാസ് പാനിക്കിങ്. ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു ഹൗ ദ പേഴ്സൺ ഇസ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്, ഹൗ ഇസ് ഹി. ഫസ്റ്റ് പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചിനോട് പറഞ്ഞു, എടേ ഇത് ശരിയാണോ, ഡസ് ഹി ലവ് മീ, എനിക്ക് ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കുമോ, ഇത് പോകുമോ. ഷി വാസ് ഭയങ്കര ഡൗട്ട്ഫുൾ. അങ്ങനെ പോയി കണ്ടു. ഞാനായിരുന്നു ഫസ്റ്റ്, മീൻസ് അവർ കണ്ടതിന് വരും, ഞാൻ കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതാ എനിക്ക് ഡൗട്ട്. അതിനുശേഷം കോമഡി. അടുത്ത മീറ്റിങ്ങിന് കസിൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ പോയി. അന്നേരത്തേക്ക് ആദ്യത്തെ ദിവസം എന്നെക്കാട്ടി കൂടുതൽ സംസാരിച്ച അവളായിരുന്നു. അന്ന് വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് പൊസസീവ്നെസ്, മിണ്ടത്തില്ല. അതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കട്ടക്കാരി. ആദ്യമേ കാണാൻ ചെന്നപ്പോ ഞങ്ങൾ തമ്മിൽ 8 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സങ്കടം എല്ലാം പോവോ എന്നുള്ളൊരു പേടി കാരണം ഭയങ്കര മോശമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫീലിങ്സ് ആളോട് ഓപ്പണായിട്ട് പറഞ്ഞപ്പം ആളെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റ് ചെയ്തു. ഫസ്റ്റ് ഞാനും ചേട്ടനും ചേച്ചിയും പിന്നെ ഇവർ കസിൻസ് എല്ലാവരും കൂടെ മീറ്റ് ചെയ്തു. അപ്പോൾ ഐ ടോൾഡ് ഹിം യാ ഹി ഈസ് ഗുഡ്. ദ വേ ഹി ലുക്സ് അറ്റ് ഹർ, എനിക്ക് ഷുവറായി ദാറ്റ് അവർ രണ്ടുപേരും നല്ലതാണ്, പൊളിയാണ്. നമ്മൾ നോക്കണമല്ലോ, വി ഷുഡ് റൈറ്റ്. അപ്പം വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് തുടങ്ങി, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചു, ഞാൻ നമ്പർ കൊടുത്തു. പക്ഷെ എന്നാലും എനിക്ക് കാണുമ്പോൾ തിരിച്ച ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് എനിക്ക് പറഞ്ഞ് ഇതാണ് എൻ്റെ നമ്പർ എന്നല്ലേ.
ഓക്കെ ഐ ആം ടോട്ടലി ഇൻ ടു ദിസ് ഗൈ. ഓക്കെ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. രണ്ടുപേർക്ക് ഇഷ്ടമായിരുന്നു നമുക്ക് അങ്ങനെ. ഓക്കെ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? കൊടുക്കാം നമുക്ക്. ഇവർക്ക് രണ്ടുപേർക്കും അവര് തമ്മിൽ കോമ്പാറ്റബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് ദേ 8 മാസം. പിന്നെ അന്ന് കല്യാണം ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് സമയം ഉണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. എൻഗേജ്മെന്റ് വരെ ഇങ്ങനെ ലാഗ് അടിച്ച് ഒരു അമൽ നീരത്ത് പടം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അതിനുശേഷം ആരുടെ പടമാണെന്ന് അറിഞ്ഞു. ഇങ്ങനെ കൈ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന പോലെ സമയം പോയി. ഞാൻ വായിക്കണോ? അത് ഞാൻ ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. കല്യാണം സംഭവമാണ്. സന്തോഷം, മിക്സ്ഡ് ഇമോഷൻസ് ആണ്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇന്ന് കെട്ടിപ്പോവാണ്, ഇനി വീട്ടിലോട്ടില്ല.
നാത്തൂനാവുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പം എനിക്ക് എല്ലാം പൊസിഷനും ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഹാപ്പി മാരീഡ് ലൈഫ് കുഞ്ഞാൻ ചേച്ചി.